ഹലോ, എല്ലാവർക്കും സ്റ്റാറ്റസ് ഹാൻഡ്മെയ്ഡ് കോസ്മെറ്റിക്കിന്റെ വളരെ വിജ്ഞാനപ്രദമായ വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ പ്രത്യേക കാരണങ്ങളുണ്ട്. ഇപ്പോൾ ആരും ആശുപത്രി പോയാലും എവിടെ പോയാലും ജിമ്മിന് പോയാലും എന്തോ ഒരു കാര്യങ്ങളും ഭക്ഷണം കഴിക്കാതിരുന്നാലും ബോഡി വെയിറ്റിൽ കുറയ്ക്കുന്നതിന് എന്ത് ചെയ്താലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹോർമോൺ പ്രോട്ടീൻ പൗഡർ. ഈ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുമ്പോൾ ഇതിനുള്ള വില 2000 മുതൽ 5000, 6000 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്നത്. ഭക്ഷണം വാങ്ങാനും ഇതിലുള്ള ആവശ്യങ്ങൾ വാങ്ങാനും തന്നെ ആൾക്കാർ പൈസ ഇല്ലെന്നുള്ള വരുന്ന സന്ദർഭത്തിൽ പിന്നെ ഇങ്ങനെ ഇത്ര വില കൊടുത്ത് ഈ പ്രോട്ടീൻ പൗഡറുകൾ വാങ്ങാൻ സാധിക്കും. നമ്മുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ ലഭിക്കാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും ശുദ്ധമായിട്ടും ഏറ്റവും ടേസ്റ്റ് നല്ല രസമുള്ളതും വളരെയധികം ഗുണകരമായതുമായ പ്രോട്ടീൻ പൗഡർ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു ശ്രമകരത്തിൽ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നിന്നും പൊടികളൊക്കെ വാങ്ങിച്ചിട്ട് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ ഗുണം കിട്ടില്ല. സാധാരണ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആൾക്കാർ പൊടി വാങ്ങുന്നുണ്ട്. അത് ചെയ്യരുത്. ഇതിന് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് അത്രയും നോക്കാം. ഗോതമ്പ്, ഈ ഗോതമ്പ് വാങ്ങി ശ്രദ്ധിക്കേണ്ടത് വെളുത്ത പോളിഷ്ഡ് ഗോതമ്പ് വാങ്ങരുത്. ഈ ഗോതമ്പിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഗോതമ്പ് ഉപയോഗിക്കാൻ മുളക്കില്ല. അതുകൊണ്ട് പണ്ട് റേഷൻ കടത്തൊക്കെ കിട്ടിയ പോലെ ചുമത്തുള്ളിയുള്ള ഗോതമ്പ് വാങ്ങുക, അത് മുളയ്ക്കും. പിന്നെ വാങ്ങേണ്ടതാണ് ബാർലി എന്നത് നമുക്ക് ജോ ബാർലി എന്ന് പറഞ്ഞ ബാർലി വാങ്ങാൻ കിട്ടും. അത് നെല്ല് പോലെ ഇരിക്കും. ഈ ബാർലി ഇപ്പം എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് പേൽ ബാർലി എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ബാർലി. ജോ ബാർലി കിട്ടിയാൽ ഏറ്റവും നല്ലതാണ്. ആ ബാർലി അത് മുളയ്ക്കും. പിന്നെ വാങ്ങുന്ന കപ്പൽ നമ്മുടെ ചെറുപയർ അത് മുളപ്പിക്കുക. ഇനി മുളപ്പിക്കുന്ന രീതി കൂടി ഞാൻ പറയാം. ഗോതമ്പ് മുളപ്പിക്കുന്ന അത്ര ദിവസമൊന്നും വേണ്ട. ഈ ബാർലിയും ചെറുപയറൊക്കെ മുളയ്ക്കാൻ വേണ്ടി. പിന്നെ ഇതിൽ നമ്മൾ ചേർന്നാൽ പൊട്ടുവെള്ള പരിപ്പ്, അത് സാധാരണ പരിപ്പ് തന്നെ എടുത്താൽ മതി. അപ്പോൾ ഈ ഗോതമ്പാണ് ആദ്യം മുളപ്പിക്കുന്നത്. ഗോതമ്പ് മുളപ്പിക്കുന്നതിന് 3-4 ദിവസം എടുക്കും മുളയ്ക്കാൻ. ബാർലിക്കും ചെറുപയറിനൊക്കെ 2 ദിവസം നല്ലപോലെ മുളച്ച് കിട്ടും. മുളച്ച് തയ്യൊന്നാവണ്ട കേട്ടോ, മുള വന്നാൽ മതി. ഇനി ഈ ഗോതമ്പിനെ നല്ലപോലെ എന്തായാലും നല്ലപോലെ കഴിയതിന് ശേഷം ഒരു ഓവർനൈറ്റ് ഇത് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാൻ ശ്രദ്ധിക്കാം. ഈ വെള്ളത്തിൽ കുതിർന്ന ഗോതമ്പാണോ ഇതിനെ എടുത്തിട്ട് അരിപ്പക്കയിൽ അരിച്ച് വെള്ളം കളഞ്ഞ് നല്ലോണം വാർന്നു പോയതിന് ശേഷം നനഞ്ഞ തുണികളിൽ പൊതിഞ്ഞ് ഈ ഒരു അരിപ്പക്കയിൽ തന്നെ വെക്കണം. കാരണം വെച്ചാൽ വെള്ളം തവാഴോട്ട് വാർന്നു പോയില്ലെങ്കിൽ ഇതിന് ബാഡ് സ്മെല്ല് വരും. ഇത് വെള്ളം ഒരു ദിവസം കഴിഞ്ഞ് 2-ാം ദിവസം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നേരി വെള്ളം തെളിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഇത് മുളയ്ക്കും. ഇതേ പ്രോസസ്സിൽ തന്നെ കഴുകി വൃത്തിയാക്കി ഇതേ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെറുപയറും നമ്മുടെ ബാർലിയും മുളയ്ക്കാൻ ശ്രദ്ധിക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ബാർലി ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പേൽ ബാർലി, സാധാരണ വെള്ളം കുടിക്കുന്ന ബാർലി വെറുതെ കഴുകി ഇതുപോലെ വെള്ളം നന്നായിട്ട് തുടച്ചുണക്കി കളഞ്ഞിട്ട് പറക്കാം. ഇപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നത് മുളപ്പിച്ച സാധനങ്ങളൊക്കെ കുതിർന്ന് പോയില്ല, ഇത് വറുത്തെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. വറുത്തെടുക്കാൻ പറ്റും. കുറച്ച് മീഡിയം ഫ്ലേവറിലിട്ട് കുറച്ച് സമയം അത് എടുത്ത് അധികം തന്നെ എടുത്തിട്ട് ഇത് വറുക്കാൻ ശ്രദ്ധിക്കണം. ഇത് 4 കൂട്ടം നല്ലപോലെ വറുത്തെടുക്കണം. ഇത് വറുക്കുമ്പോൾ നല്ലപോലെ പൊട്ടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നവരെ വറുക്കണം. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊടിയില്ല, മാത്രമല്ല കേടുന്നു കുറച്ച് അധികം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോട്ടീൻ പൗഡറാണിത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ വൃത്തിയിൽ തന്നെ വറുത്തെടുത്ത് നല്ലപോലെ പൊടിയണം. എല്ലാം 4 ധാന്യങ്ങളിൽ പൊടിച്ചെടുത്ത് ചൂടാറാൻ വെക്കുക. ഈ സ്വന്തം നമുക്ക് പഞ്ചസാര, ആവശ്യമുള്ള പഞ്ചസാര പൊടിച്ച് നല്ലപോലെ പൊടിച്ച് വാറ്റി വെക്കണം കേട്ടോ. അതൊന്ന് ചൂടാറട്ടെ. അതിനുശേഷം നമ്മളിപ്പോൾ ഇതിൽ ചേരുന്നത് നട്ട്സുകൾ ചേർക്കണം. ബദാം ഒരു 50 ഗ്രാം ബദാം, 50 ഗ്രാം കശുവണ്ടിപ്പരിപ്പ്, പിന്നെ കിട്ടുന്ന പംകിൻ സീഡ്, അതായത് എന്ന് വെച്ചാൽ മത്തക്കുരു നല്ലതാണ്. പിന്നെ കിട്ടുന്ന സൺഫ്ലവറിന്റെ സീഡ് കിട്ടും. ഇതൊക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ മിക്ക സ്ഥലത്തും കിട്ടും. ഇതൊക്കെ 5 ഗ്രാം വീതം അതും ചേർത്തിട്ട് വേണം നല്ലപോലെ ഇതും കാരണം വറുത്ത് പൊടി സ്വസ്ഥമായിട്ട് വറുത്ത് പിടിച്ചിട്ട് ഇതൊന്നും ഒരുപാട് കരിയാനും പാടില്ല. വറുത്ത് പൊടിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് നല്ലപോലെ ഇളക്കി കൂട്ടി. അപ്പോൾ ഇത് അരിച്ചെടുക്കാൻ പറ്റും, അരിച്ചെടുക്കുന്നത് പോലെ തരി വരരുത് കേട്ടോ. അതിനുശേഷം നമ്മൾ പാൽപ്പൊടി, ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 1 ഗ്ലാസ് ഗോതമ്പ് എടുത്തപ്പോൾ 1 ഗ്ലാസ് പാൽപ്പൊടി കൂടുതൽ എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഈ പാൽപ്പൊടി ഇതിലോട് മിക്സ് ചെയ്യണം. പഞ്ചസാര നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്താൽ ഹോർമോൺ പൗഡർ, പ്രോട്ടീൻ പൗഡർ തയ്യാറായി. ഇപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ പാൽപ്പൊടി വാങ്ങുമ്പോൾ വിചാരിക്കും ഭയങ്കര വിലയാണ് പാൽപ്പൊടിക്കുന്നത്. ഇത് വാങ്ങാൻ ഏറ്റവും ശ്രദ്ധ. ഇപ്പോൾ 10-15 മാല പോലെ കിട്ടും. അതൊരു 20-21 ഗ്രാം ഉണ്ട് ഒരു പാക്കറ്റ്. ഇതൊരു 5 പപ്പന്നെ മേടിച്ചാലും 100 രൂപ പോലും ആകുന്നില്ല. അത് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞ് ഇളക്കി എടുക്കാൻ നല്ല അടിപൊളി പ്രോട്ടീൻ പൗഡർ എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങുന്നത് നല്ല
ഒരു പ്രോട്ടീൻ പൗഡർ ആയിരിക്കും. ഇത് എല്ലാ പ്രായക്കാർക്കും, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാവുന്നത്. കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെച്ച് കേടുവരില്ല. കുറച്ച് എടുത്ത് നല്ലോണം ചൂടാതിന് ശേഷം നല്ലപോലെ ടിന്നുകൾ അടച്ച് സൂക്ഷിച്ച് വെക്കുക. ആവശ്യത്തിന് പാലോ വെള്ളം എടുത്ത് ചൂടായ വെള്ളം എടുത്തിട്ട് ഇത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വരെ കലക്കി കുടിച്ചാൽ എല്ലാവർക്കും, ജന്മി പോകുന്നവർക്കായല്ല, ഏത് തരത്തിലുള്ളവർക്കും, ഏത് പ്രായക്കാർക്ക്, ഏത് രോഗമുള്ളവർക്കും അടിപൊളി ഒരു പ്രോട്ടീൻ പൗഡറാണ് ഇത്. ഈ പ്രോട്ടീൻ പൗഡർ വാങ്ങുമ്പോൾ ഇതിൽ ഹോർമോൺസ്, കെമിക്കൽസും അതുപോലെ സ്റ്റീറോയിഡുകളൊക്കെ ചേർത്തിട്ടില്ല എന്ന് എന്താ ഉറപ്പ്? സാധാരണ ഇൻഗ്രീഡിയൻസിൽ നോക്കിയിട്ട് വാങ്ങിയിട്ട് കാര്യമില്ല. ഇൻഗ്രീഡിയൻസിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വ്യത്യസ്തമായ രീതിയിൽ പല സന്ദർഭങ്ങളിലും പലരും ഈ സ്റ്റീറോയിഡും ഹോർമോൺസും കെമിക്കൽസും ചേർത്തിട്ട് പിടിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ പ്രോട്ടീനുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനം നമ്മുടെ ജീവിതത്തിൽ നമ്മളുടനീളം നമ്മുടെ ഭക്ഷണത്തിലുണ്ട്. ശരീരത്തിൽ മസിൽ ഉണ്ടാവാൻ കട്ടിങ്സ് ഒക്കെ വേണമെന്നുള്ളൊരു ജിമ്മിൽ പോകുന്നവരൊക്കെ തന്നെ, കായിക താരങ്ങളെല്ലാം തന്നെ ഇവര് ഹോർമോൺ ഒക്കെ കുത്തിവയ്ക്കുക, പ്രോട്ടീൻ മരുന്നുകൾ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൽ ഇത്രയും കാശെന്ന് പറയുന്നത്, നമ്മുടെ ഭക്ഷണത്തിൽ ഇപ്പോൾ മുട്ട, പാല്, പഴം, മുട്ട, പാല്, മാംസവർഗ്ഗങ്ങൾ, മത്സ്യാഹാരങ്ങൾ, നട്ട്സ്, പയർവർഗ്ഗങ്ങൾ, ഇതിലെല്ലാം തന്നെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അത് കഴിക്കുന്നതിന് പകരം ആ പൈസക്ക് ചിലപ്പോൾ അത് വാങ്ങാൻ വലിയ ബുദ്ധിമുട്ട് കാണിക്കുന്നവർ പോലും ഈ പ്രോട്ടീൻ പൗഡർ വാങ്ങി കഴിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രായമായവരിൽ ചില ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരിലൊക്കെ ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ധാരാളമായിട്ട് കാണാറുണ്ട്. പാലിൽ, മുട്ടയുടെ വെള്ളയിൽ, മൃഗങ്ങളിൽ മത്സ്യം, പയർവർഗ്ഗങ്ങള്, പരിപ്പ് വർഗ്ഗങ്ങളിലൊക്കെ തന്നെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനത്തിൽ വെറുതെ പ്രവർത്തിക്കുന്ന മാത്രം 0.8 ഗ്രാം പെർ കിലോഗ്രാം എന്ന കണക്കിൽ നമുക്ക് വെറുതെ പ്രവർത്തിക്കാൻ മാത്രം പ്രോട്ടീൻ നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് അത്യാവശ്യം സാധനം ഇത്രയും പ്രോട്ടീനെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണം. ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ 1 ഗ്രാം പെർ കിലോഗ്രാം എന്ന രീതിയിലെങ്കിലും കിട്ടിയിരിക്കണം. ഇനി 70 മുതൽ 140 ഗ്രാം വരെ ആയാലും ഇതിൽ പ്രശ്നം ഉണ്ടാവില്ല. ജിമ്മിലൊക്കെ പോകുന്നവരാണെന്ന് വിചാരിക്കും. ജിമ്മിലൊക്കെ പോകുന്നവര്, പിന്നെ കായിക അധ്വാനങ്ങൾ നടത്തുന്നവര്, ഇവർക്കൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരുപാട് ഭാരമുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ 2 ഗ്രാം വരെയും ആവുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രോട്ടീൻ പൗഡറിനെ ആശ്രയിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ പൗഡറിന് എവിടെ നിന്ന് കിട്ടുന്നത്, എങ്ങനെ കിട്ടുന്നത് മനസ്സിലാക്കിയതിന് ശേഷം ഈ പ്രോട്ടീൻ പൗഡർ വാങ്ങാൻ ശ്രമിക്കുക. അതിന് ഒരുപാട് ഇപ്പോൾ വീഡിയോയിലും ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ഒത്തിരി നല്ല രീതിയിലുള്ള പ്രോട്ടീൻ പൗഡർ അതൊന്ന് ഉപയോഗിച്ച് മനസ്സിലാക്കിയവർ കൊടുത്തിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, പ്രായമുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ പ്രോട്ടീൻ പൗഡർ കൊടുക്കാതിരിക്കുന്നതാണ് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെ പറയാം. മസിൽ വളരുന്നതിന്, മസിൽ റിപ്പയർ ചെയ്യുന്നതിന്, അതിന് നമ്മുടെ ശരീരത്തിന്റെ നിർമ്മാണത്തിൽ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഈ പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സ്, മിനറൽസ്, ഇവയിലൊന്നും ഇതിൽ എല്ലാ ഘടകങ്ങളും, സാധാരണ ഹൈഡ്രജൻ, ഓക്സിജൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെയും നൈട്രജൻ കിട്ടണമെങ്കിൽ പ്രോട്ടീൻ തന്നെ നമ്മൾ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ തന്നെ കഴിച്ചാൽ മാത്രമേ നൈട്രജൻ കിട്ടുള്ളൂ. പ്രോട്ടീൻ സാധാരണ ഈ വിപണിയിൽ 2 രൂപത്തിലാണുള്ളത്. ഒന്ന് WHEY വേ പ്രോട്ടീൻസും പ്ലാന്റ് പ്രോട്ടീൻസും. വേ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് പാലിൽ നിന്ന് എടുക്കുന്നതാണ് വേ പ്രോട്ടീൻസ്. ഈ പാലിന് എങ്ങനെയാണ് വേ പ്രോട്ടീൻസ് എടുക്കുന്നതെന്ന് ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പനീറോ അതുപോലെ തന്നെ നമ്മൾ വെണ്ണ, തൈരൊക്കെ എടുക്കുന്നതിന് വേണ്ടിയോ ബട്ടർ എടുക്കുന്നതിനൊക്കെ വേണ്ടിയോ എന്ന് വെച്ചാൽ നമ്മൾ പാല് ഇതിന് വേണ്ടി എടുക്കുന്ന പാലിൽ ബാക്കി വരുന്ന ലിക്വിഡ് ഉണ്ട്. ഇതൊക്കെ ചെയ്തതിന് ശേഷം എടുക്കുന്ന ലിക്വിഡ് അല്ലെങ്കിൽ തന്നെ പാല് തിളപ്പിച്ച് ചൂടായ ശേഷം 1/2 ലിറ്റർ പാല് ഞെരിക്കും. അപ്പോൾ ചൂടായിട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൽ ഈ പനീർ വേറെയും വെള്ളം വേറെ വരും. ഈ ലിക്വിഡിന്റെ പറയുന്ന പേരാണ് വേ ലിക്വിഡ്. ഈ വേ ലിക്വിഡ് ഇത് പ്രത്യേക പ്രോസസ് പ്രകാരം ഇത് വേർതിരിച്ച് ഡ്രൈ ചെയ്ത് ഉണക്കി പ്രത്യേകം ടിന്നുകളിൽ ടിന്നുകളിൽ വരുന്ന നമ്മുടെ വേ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇതിൽ അവർ പ്രത്യേക ഫ്ലേവറുകളോ എന്തൊക്കെ ചേർത്തതിന് ശേഷമാണ് ഇത് വിപണികളിലോട്ട് ഇറക്കി അയക്കുന്നത്.
പിന്നെ ഉള്ളതാണ് പ്ലാന്റ് പ്രോട്ടീൻസ് പൗഡർ. പ്ലാന്റ് പ്രോട്ടീൻ പൗഡറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സോയയുടെയാണ്. സോയയുടെ പ്രോട്ടീൻ പൗഡറാണ് ഉള്ളതിൽ ഏറ്റവും നല്ലത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും ഇതേ പ്രോട്ടീൻ പൗഡറാണ്. പിന്നെ മൃഗങ്ങളുടെ കൊഴുപ്പിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. ഇത് മൃഗങ്ങളുടെ കൊഴുപ്പ് എല്ലാവരും ഉപയോഗിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള വിധത്തിലുള്ള പ്രോട്ടീനുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നത്. ധാരാളം പ്രോട്ടീൻ മൃഗങ്ങളുടെ കൊഴുപ്പുകളിലുണ്ട്, മീനിലുണ്ട്. പിന്നെ ഹോർമോൺ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഏറ്റവും കൂടുതൽ മസിൽ കിട്ടുക, ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആൾക്കാർ ചെയ്യുന്ന വൃത്തികേടുകളാണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഇത്രമാത്രം മോശമായ രീതിയിൽ ചിലരൊക്കെ ചിത്രീകരിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ മുഴുവനായിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വീഡിയോ സ്റ്റാറ്റസ് ആൻഡ് കോസ്മെറ്റിക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അക്രു. അതിൽ ഞാൻ സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇത് കമൻറ്റ് ശരിയായാലും ഇന്നും അത് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് കമൻറ്റ് പിന്നെ ഇട്ടിട്ടുണ്ട്. അതിലെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എൻ്റെ കുഞ്ഞിനെ സഹായിക്കണം. എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുകയാണ്. നിർത്തുകയാണ്.